കേരള ജനത ഉറ്റുനോക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടാണ്. തലമുറ വ്യത്യാസമില്ലാതെ യുവ നേതൃത്വവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ വിളങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനൊരു കാരണമുണ്ട്. സംഘടനയുടെ ഏതു പ്രതിസന്ധി ഘട്ടത്തെയും രമ്യമായും സരസമായും പരിഹരിക്കാൻ കഴിവുള്ള ഷാഫി പറമ്പിലിന്റെ പൊളിറ്റിക്കൽ ബ്രില്യൻസി തന്നെയാണത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കരുത്തനായ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന AK ആന്റണിയെ വേദിയിലിരുത്തി ഷാഫി പറഞ്ഞത് ഇങ്ങനെയാണ്: മുൻകാലത്ത് യുവ നേതൃത്വം ആവശ്യപ്പെട്ട സീറ്റുകൾ മാത്രമേ ഇപ്പോഴും യുവാക്കൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇതായിരുന്നു വേദിയിലും സദസ്സിലും ചിരിപടർത്തിയ ഷാഫിയുടെ സരസമായ വാക്കുകൾ. ഇത് കേട്ടപാടെ പഴയകാല തെരഞ്ഞെടുപ്പ് പോരാട്ട കഥകളിലേക്ക് പോയി ഇടതുകോട്ടകൾ തകർത്ത് തരിപ്പണമാക്കിയ അനുഭവങ്ങളെ ഓർത്തെടുക്കുകയാണ് AK ആന്റണി. വേദിയിലിരുന്ന K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ആവേശോജ്വലമായ ഓർമ്മകളിലേക്ക് കടന്നുപോകുന്നത് നമുക്ക് കാണാം. മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസന്റെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി ചിത്രത്തിന്റെ പ്രകാശന വേദിയിലാണ് മനോഹരമായ ഈ കാഴ്ച. ഇടതുപക്ഷം ഭരിച്ചു മുടിച്ച കേരളം കോൺഗ്രസ് പാർട്ടി തിരിച്ചു പിടിക്കാൻ പോകുന്നു. ആ പോരാട്ടത്തിന് ആവേശം പകരുന്ന കാഴ്ചയാണ് ആ വേദിയിൽ അന്ന് കണ്ടത്. AK ആന്റണി സാറ് റിലീസ് ചെയ്യുന്ന ഒരു ചടങ്ങ് വൈഷ്ണവെ പോലെ ഒരു കുട്ടി കോട്ട് ചെയ്യപ്പെടുന്ന തരത്തിൽ എല്ലാ തലമുറകൾക്കും മീറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് പ്രിയപ്പെട്ട ശ്രീ MM ഹസൻ എന്നുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ തീർച്ചയായിട്ടും ഒരു കരുത്ത് തന്നെയാണ്. പിന്നെ ഇവരൊക്കെ ചെറുപ്പത്തിൽ ചോദിച്ചിരുന്ന സീറ്റ് തന്നെ ഇപ്പോഴുള്ള ചെറുപ്പക്കാർ ആ പ്രായം തന്നെ ഇപ്പോഴും അവർ ചോദിക്കുന്നുള്ളൂ. കൂടുതലൊന്നും ചെറുപ്പക്കാർ ചോദിക്കുന്നില്ല. അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി KPC സെക്രട്ടറി എന്ന ആ കപ്പാസിറ്റി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ആലോചിച്ച ശേഷം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഏതാനും തോൽക്കുന്ന സീറ്റുകൾ മത്സരിക്കാൻ. അങ്ങനെയാണ് N രാമകൃഷ്ണൻ എടക്കാട് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കോട്ടയിൽ AC ഷൺമുഖദാസിനെ ബാലുശ്ശേരി മാർക്സിസ്റ്റ് കോട്ടയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന R ബാലകൃഷ്ണന്റെ പൊന്നാപുരം കോട്ടയിൽ പുതുപ്പള്ളി എന്ന് പറയുന്ന PC ചെറിയൻ്റെയും എല്ലാം കോട്ടയിൽ ചേർത്തല എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇലക്ഷന് ശേഷം പിന്നെ ഒരിക്കലും എടക്കാട് രാമകൃഷ്ണൻ ചേർത്തല ഒന്നാമത്തെ ഇലക്ഷൻ കൃഷ്ണയ്യപ്പൻ ജയിച്ചതിന് ശേഷം പിന്നെ കോൺഗ്രസ്സുകാർ ആരും ജയിക്കാത്ത ചേർത്തലയിൽ ആണ് ഞങ്ങൾ സീറ്റ് മത്സരിച്ചത്. തോക്കുന്ന സീറ്റുകൾ ഞങ്ങളുടെ അന്നത്തെ ഡിമാൻഡ് തോക്കുന്ന ഓരോ സീറ്റുകൾ വേണമെന്നുള്ളതാണ്. സാറ് പറഞ്ഞ അതിന്റെ ഒരു പൂർണ്ണമായിട്ട് അതിന്റെ ആ ഒരു സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നു. ഇത്തവണ കുറെ സീറ്റ് ഇപ്പൊ നിലവിൽ തോറ്റതുണ്ട്. ഇനി ജയിക്കാവുന്നതുമായിട്ടുള്ള കുറെ സീറ്റുകൾ ഇപ്പോഴും തീർച്ചയായിട്ടുണ്ട്. അപ്പം അവർ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു ലെഗസി ഇന്ന് നാം കാണുന്ന നമ്മൾ തുടർച്ചയായിട്ട് ജയിക്കുന്ന പല സീറ്റും പിടിച്ചെടുത്തത് തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ ആ തോൽക്കുന്ന സീറ്റുകൾ ആലോചിച്ച് തിരിച്ച് നേടിയെടുത്തതിന്റെ ബലത്തിലാണ് 7ലേക്കോ 9ലേക്കോ ചുരുങ്ങിപ്പോയ കോൺഗ്രസിനെ വീണ്ടും അതിനെ ഇവിടെ കൊണ്ടുവന്നത് ആ യുവ മുന്നേറ്റമാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. തീർച്ചയായിട്ടും നല്ലൊരു ബ്ലെൻഡ് അത്തരം കാര്യങ്ങളിൽ കേരളത്തിന് അനിവാര്യമായ രീതിയിൽ നല്ലൊരു ബ്ലെൻഡ് തന്നെ മുന്നോട്ട് വെക്കാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അത് വളരെ പ്രകടമായിരുന്നു. ഇനി വരുന്ന അസംബ്ലി ഇലക്ഷനിലും അത് പ്രകടമായിരിക്കും. കേരളം അനിവാര്യമായ മാറ്റം ഈ പ്രോപ്പർ ബ്ലെൻഡിലൂടെ നേടുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായിട്ട് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.